ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനം, ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തന്ന ഒരു വചന ഭാഗമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 31-ാം വാക്യം. പാവങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? പ്രഭാഷകൻ 34-31. പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? ഇവിടെ എളിമപ്പെടൽ കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ, ഈ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ അതൊരു എളിമപ്പെടലാണ്. നമ്മൾ കുമ്പസാരക്കുട്ടിൽ ഏറ്റുപറയുന്നത് നമ്മുടെ യഥാർത്ഥ അവസ്ഥയാണ്, അല്ലേ? അതൊരാളുടെ മുൻപിൽ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും താഴണം. അതാണ് അവിടെ ആ വചനത്തിൽ എളിമപ്പെടൽ എന്ന് പറയണത്. എളിമപ്പെട്ടാൽ, അതായത് പരിശുദ്ധ അമ്മ എളിമ കൊണ്ട് മാത്രമാണ് പിശാചിൻ്റെ മുൻപിൽ വിജയിച്ച വ്യക്തി. അമ്മയുടെ എളിമേനെയാണ് പിശാചിന് തൊടാൻ പറ്റാതെ പോയത്. അതിൻ്റെ അർത്ഥം കുമ്പസാരക്കൂട്ടിൽ നമ്മൾ വന്ന് പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പോലെ ആ ഒരു വിശുദ്ധിയിലേക്ക്, എളിമപ്പെടൽ കൊണ്ടുള്ള ഒരു വിശുദ്ധിയിലേക്ക്, പിശാചിൻ്റെ മുൻപിൽ അടിപതറാതെ നിൽക്കാനുള്ളൊരു പവറിലേക്കാണ് നമ്മൾ ഉയരുന്നത് ഓരോ കുമ്പസാരത്തിലും. എന്നിട്ടും വീണ്ടും പാപത്തിലേക്ക് വീണു പോകുന്ന ഒരു പ്രവണത നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 ദിവസം ആകുമ്പോഴേക്കും അത് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ മക്കളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ പറയണ കേൾക്കാം. ഇപ്പോൾ സ്കൂളിൽ തന്നെ ഞങ്ങൾ ചോദിക്കുക, നീ പഠിച്ചിട്ട് വരാമെന്നല്ലേ പറഞ്ഞത്, തലേ ദിവസം ചോദിച്ചിട്ട് കിട്ടിയില്ല, അപ്പോൾ അടി ഉണ്ടാവും. അല്ലെങ്കിൽ വഴക്ക് പറയുമ്പോൾ നാളെ എന്തായാലും പഠിച്ചിട്ട് വരാം സിസ്റ്റർ എന്ന് പറയാം. ആ പറയൽ മാത്രമേ ഉള്ളൂ, ആരും പഠിക്കില്ല. പിറ്റേ ദിവസവും അതുപോലെ തന്നെ അവർ വരും എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറയുന്ന ഒരു കാര്യം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ സാധാരണ മനുഷ്യർക്ക് പറ്റുന്നില്ല. അത് തന്നെയാണ് നമ്മുടെയൊക്കെ കുമ്പസാരം അതിൻ്റെ വിശുദ്ധിയിൽ നടക്കാതെ പോകുന്നത്. യഥാർത്ഥമായി ഒരുങ്ങി, പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി ധ്യാനമൊക്കെ കൂടി തിരിച്ചു വന്ന് വീണ്ടും ഒരാഴ്ച, 2 ആഴ്ച, 1 മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും അതേ പാപാവസ്ഥയിലേക്ക്, അതായത് മദ്യപാനം അല്ലെങ്കിൽ പുകവലി അല്ലെങ്കിൽ ജഡിക പാപത്തിൻ്റെ മേഖല, അതിലേക്കൊക്കെ നമ്മൾ വീണു പോകുന്നത്. അപ്പോൾ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്താം, പാപങ്ങളെ പ്രതി ഉപവസിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ വിലയിരുത്തി, തമ്പുരാൻ്റെ മുൻപിലിരുന്ന് വിലയിരുത്തി കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയുന്നതാ അതിൻ്റെ ഉപവാസം, പാപങ്ങൾ പ്രതിയുള്ള ഉപവാസം. ആ ഉപവാസം ചെയ്തിട്ട് വീണ്ടും അത് ചെയ്താൽ എൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? ഒരു പരിധിവരെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇന്നും നടക്കാതെ പോകുന്നത് ഇതാണ് കാരണം. നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് അല്ലെങ്കിൽ പാപങ്ങളെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചിട്ട് വീണ്ടും ആ പാപത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ലെന്നല്ല, പ്രാർത്ഥന സാധിച്ചു കിട്ടില്ല. നമ്മൾക്ക് ദൈവത്തിന് അത് തരാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധി അത് പരിപൂർണ വിശുദ്ധിയാണ്. ആ വിശുദ്ധിയുടെ മുൻപിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുമ്പസാരത്തിലൂടെ പാപങ്ങളെക്കുറിച്ച് ഉപവസിച്ച് കുമ്പസാരത്തിലൂടെ അവിടുത്തെ മുൻപിലേക്ക് കടന്നു വരുന്നത്, എളിമപ്പെടലിലൂടെ അവിടുത്തെ മുൻപിലേക്ക് കടന്നു ചെല്ലുന്നത്. അവിടെ കടന്നു ചെന്നിട്ട് കിട്ടുന്ന കൃപകൾ കണ്ടിന്യൂ ചെയ്യാൻ, തുടർന്നുകൊണ്ട് പോകുവാൻ സാധിക്കാതെ വരുന്നത് ആ പാപത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കും മൂലയൊക്കെ നമ്മുടെ ജീവിതത്തെ ചുറ്റി നിൽക്കുന്നത് കൊണ്ട്. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, സാധാരണ കേൾക്കുമ്പോൾ ചിന്തിക്കും, നമ്മൾ മനുഷ്യരല്ലേ, ഇത്രയും മുക്കും മൂലയൊക്കെ ചേർത്തൊരു പാപം മാറ്റാൻ എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. സാധാരണ രീതിയിൽ നമ്മൾക്ക് പറ്റുന്നതാണ് പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചുള്ള കുമ്പസാരം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വചനത്തിലൂടെ നമ്മൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബാറുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം, അതിൻ്റെ 2-ാമത്തെ ഭാഗം. അതിൽ
പ്രധാനമായിട്ടും ബാരൂക്ക് പ്രവാചകൻ ചെയ്യുന്നത് പൂർവികരിൽ നിന്ന് വന്നുപോയ വീഴ്ചകളുണ്ട്, അതിൽ നിന്നുള്ള ഒരു മോചനത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനായി അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ പ്രവാസത്തിൽ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തും. ആ വചനത്തിൽ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തും. അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളത് ഉപേക്ഷിക്കണം, പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങൾ. ഒരു പരിധിവരെ നമ്മളൊക്കെ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അതിൻ്റെ വേര് പോകുന്നില്ല. ഹൃദയത്തിലേക്ക് ഈ വേര് പാകിയത് നമ്മളായിരിക്കില്ല, നമ്മൾ അറിഞ്ഞിട്ട് വന്ന വേരായിരിക്കില്ല. അത് നമ്മുടെ പൂർവികരിലൂടെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളിലേക്ക് കിട്ടുന്നതായിരിക്കാം. ആ വേര് ഹൃദയത്തിൽ നിന്ന് കളഞ്ഞാൽ മാത്രമേ നമ്മളൊക്കെ നടത്തുന്ന കുമ്പസാരത്തിന് യഥാർത്ഥമായ ഫലം തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറകളിലേക്ക് കടന്നു വരുന്ന ഈ വേര് നമ്മൾക്ക് എങ്ങനെ കളയാൻ പറ്റും? നമുക്കെങ്ങനെ കളയാൻ പറ്റും? അപ്പോൾ പറഞ്ഞത് ശരിയാണ്. ഉപവാസം, പ്രാർത്ഥന, അതൊക്കെ നമ്മൾക്ക് ചെയ്യാം. ഉപവാസം, പ്രാർത്ഥന, അതുപോലെ പരിഹാര പ്രവൃത്തികൾ, അതെല്ലാം ഈ തലമുറകളിലൂടെ നമ്മൾക്ക് വന്ന പാപങ്ങൾക്ക് പരിഹാരം അല്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയാനുള്ള ഒരു വേദിയാണ്. ഇനി ഏറ്റവും നന്നായി നമ്മൾ ചെയ്യേണ്ട കാര്യം, പരിഹാരം, പ്രാർത്ഥന എല്ലാം ചെയ്യുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിന് ഭയങ്കര പവറാണ് അല്ലേ? ഈശോയുടെ തിരുരക്തത്തിൻ്റെ പവർ നമ്മുടെ തലമുറകളിലേക്ക് ഒഴുക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഒരു തലമുറ, രണ്ട് തലമുറയല്ല, 10, 20, 30, 100 വർഷം വരെയുള്ള തലമുറകളിലേക്ക് തിരുരക്തം ഒഴുക്കാനുള്ള പ്രാർത്ഥന നമ്മൾ ചെയ്യണം. നമ്മൾ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊരു തിരുരക്തം ഒഴുക്കി അന്ന് നടന്ന ആ പാപത്തിൻ്റെ അവസ്ഥകളെ, അതിനാൽ ഇത്ര തലമുറ വരെ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ നന്മകളെയും വിടിവിച്ച് കിട്ടാനായിട്ട് തിരുരക്തം ഒഴുക്കി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഉപവാസം, പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നൊപ്പം ഈശോയുടെ തിരുരക്തം ഒഴുക്കിയുള്ള പ്രാർത്ഥനയും കൂടി അതിലൂടെ ചേർത്ത് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്ന ഈ തിന്മകളെ അതിജീവിക്കാൻ നമ്മൾക്ക് പറ്റും. അപ്പോൾ എല്ലാ ദിവസവും തിരുരക്തം കൊണ്ട് തലമുറകളെ കഴുകാൻ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന സാധാരണ ചെറിയ കുട്ടികളെയൊക്കെ പറയുമ്പോൾ, അതായത് യൂത്ത്, അവരൊക്കെ ജഡിക മേഖലയിലേക്കാണ് കൂടുതൽ പോകുക. അറിഞ്ഞിട്ടല്ല സിസ്റ്ററെ അങ്ങനെ പറയുക, വേണ്ടാന്ന് വിചാരിക്കും, പക്ഷേ പറ്റുന്നില്ല. അവർ ചെന്ന സാഹചര്യത്തിൽ അവരങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ അവരങ്ങനെ ആയി പോകാനുള്ള കാരണം നമ്മുടെ തലമുറകളിൽ ജഡിക മേഖലയിൽ ആരെങ്കിലുമൊക്കെ കെട്ട് ആക്കി വെച്ചിട്ടുണ്ടാവും. ആരെങ്കിലുമൊക്കെ ഒന്നാം പ്രമാണ ലംഘനം ഒരു തലമുറയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്താൽ അതിനാൽ തന്നെ ഒന്നാം പ്രമാണ ലംഘനത്തോടൊപ്പം 6-ാം പ്രമാണ ലംഘനത്തിൻ്റെ മേഖലയും അവിടെ കെട്ടപ്പെട്ടു. അതിനാൽ നമ്മുടെ മക്കളൊക്കെ ഇന്ന് ജഡിക പാപമേഖലയിലേക്ക് യുവജനങ്ങൾ പോകുന്നത് ഒരുപാടാണ്. അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു വേര് നമ്മുടെ തലമുറയിൽ നിന്ന് ആരെങ്കിലും വഴി 1-ാം പ്രമാണ ലംഘനത്തിലൂടെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതിനെ നമ്മൾ കട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് പൂർണ്ണമായ വിടുതൽ ഈ മേഖലകളിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഉപവാസം, പ്രാർത്ഥന, പരിഹാരം ഇതെല്ലാം ചെയ്യണം. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ തിരുരക്തം കൊണ്ടുള്ള കഴുകൽ, തലമുറേനെ തിരുരക്തം കൊണ്ട് കഴുകാൻ, എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽ ജഡിക മേഖലയിലാണ് എൻ്റെ മക്കൾ വീണു പോകുന്നതെങ്കിൽ എൻ്റെ തലമുറയിൽ ജഡിക മേഖല കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ കഴുകാൻ ഞാൻ തിരുരക്തം ഒഴുക്കി കഴുകാൻ ഞാൻ പ്രാർത്ഥിക്കണം. ഇനി എൻ്റെ മേഖലയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് എൻ്റെ കുടുംബത്ത് എങ്കിൽ അതും തലമുറയിൽ കെട്ടപ്പെട്ടിട്ടുണ്ടാവും പ്രമാണലംഘനത്തിലൂടെ, 1-ാം പ്രമാണ ലംഘനത്തിലൂടെ. ആ തലമുറകളെ സമർപ്പിച്ച് ഞാൻ അറിയണമെന്നില്ല, പക്ഷേ ഇത് ലക്ഷണമാണ് എനിക്ക് തരുന്നത്. എൻ്റെ കുടുംബം കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. എന്നിട്ട് ഞാനതിനെ തിരുരക്തമൊഴുക്കി പ്രാർത്ഥിക്കണം. ഓരോ തലമുറേനെയും കഴുകി വിശുദ്ധീകരിക്കാം. പ്രത്യേകിച്ച് ഏതു മേഖലയാണോ ഞാനിന്ന് അഭിമുഖീകരിക്കുന്നത് ആ മേഖല തിരുരക്തമൊഴുക്കി കഴുകപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ദാനധർമ്മം അല്ലെങ്കിൽ നമ്മുടെ ഉപവാസം, നമ്മുടെ പരിഹാരമൊക്കെ ഫലം
ചെയ്യുന്നത്. അതോ അപ്പോഴാണ് നമ്മൾ ധ്യാനം കൂടാൻ പോകുന്നത്. ആ ധ്യാനം കൂടുമ്പോൾ നമ്മൾ നടത്തുന്ന കുമ്പസാരം, ധ്യാനം കൂടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന അഭിഷേകം, ഇതൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ ഫലം ഉളവാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരാഴ്ച, 2 ആഴ്ച, 1 മാസമൊക്കെ കഴിയുമ്പോൾ പോണേൻ്റെ പുറകിൽ നിൽക്കുന്നത് ഇതാ എന്ന് വെച്ചാൽ നമ്മൾ അപ്പത്തെ അവിടെയുള്ള കാര്യം മാത്രം കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടു പോരുന്നത്, നമ്മളിലുള്ളത് നമുക്കറിയാവുന്നത്. അതിൻ്റെ പുറകിലുള്ള മേഖലയൊന്നും നമ്മൾക്കറിയില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നത് തലമുറകളെ വിശുദ്ധീകരിക്കാനായിട്ട് തിരുരക്തം ഒഴുക്കി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ തിരുരക്തം ഒഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ്റെ സമയത്തിൻ്റെ പൂർത്തിയിൽ ഏതെങ്കിലും അഭിഷേക വൈദികരിലൂടെയോ അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയിലൂടെയോ നമ്മുടെ തലമുറേനെ ഈ മേഖലകളൊക്കെ കെട്ടാൻ ദൈവം അനുവദിക്കും. ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർത്തിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ. തലമുറകളെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർത്തിയിൽ അതിനുള്ള വ്യക്തികളുടെ അടുത്തേക്ക് നമ്മൾ എത്തിച്ച് ഇപ്പോഴത്തെ ഉള്ള ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന, ഇപ്പം അച്ഛൻ തന്നെ ഇവിടെ ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ മേഖലകളെ ഇല്ലേ. നമ്മൾ ഇത്രയും വിശുദ്ധീകരിക്കപ്പെട്ട് കുമ്പസാരിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും ഇരിക്കണത്. അപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് ഈ തിരുരക്തം കൊണ്ട് തലമുറകളെ കഴുകി വിശുദ്ധീകരിക്കാൻ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ ഏതാണോ പ്രശ്നം, ആ മേഖല ഏത് തലമുറയിലാണോ സംഭവിച്ചത്, അവിടെ പിശാച് തീർത്ത കെട്ടിനെ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പങ്കെടുക്കണ അഭിഷേക പ്രാർത്ഥനകളിൽ ഡെലിവറൻസിലൂടെ നമുക്ക് ആ വിടുതൽ കിട്ടും. ഇവിടെ തമ്പുരാൻ തന്ന വചനം, പാപങ്ങളെക്കുറിച്ച് ഉപവസിച്ചിട്ട് വീണ്ടും പാപത്തിൽ വീണാൽ എന്താ, നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. എളിമപ്പെടൽ കൊണ്ട് ഫലമില്ല. പക്ഷേ ഇതുകൊണ്ടൊക്കെ ഫലം വരണമെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് വീണ്ടും പാപങ്ങളിലേക്ക് വീണു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാഹചര്യങ്ങളെ ഒഴിവാക്കുക. നമ്മൾ ജീവിത സാഹചര്യങ്ങളിൽ എന്നെ തെറ്റിലേക്ക് നയിക്കും ആ സാഹചര്യമെങ്കിൽ ബോധപൂർവം ഞാൻ അവിടെ നിന്ന് പിന്മാറണം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ തോന്നിപ്പിക്കും ആ സാഹചര്യം ഒഴിവാക്കണം. ഇനി എനിക്കായിട്ട് അത് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് അത് ക്രമീകരിച്ചു തരും. അങ്ങനെ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് ഈ പാപത്തിൻ്റെ മേഖലയെ അല്ലെങ്കിൽ വീണ്ടും വീണു പോകുന്ന പ്രവണതയെ അതിജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ യൂത്തിൻ്റെ ഇടയിലൊക്കെ, അതായത് അവർ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഒട്ടും തയ്യാറല്ല. ഫോൺ ഉപയോഗിക്കണം, അത് പഠനത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതിൽ ഫോണിൽ മോശമായത് കാണണമെന്ന് ആരും പറയണതല്ല, ഓട്ടോമാറ്റിക് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പിന്നെ അവർ പറയണ ഒരു റീസൺ, ഫ്രണ്ട്സ് കൂട്ടുകാരുടെ കൂടെ പോയതാ, അവർ പറഞ്ഞതുകൊണ്ട് ചെയ്തതാ, എനിക്കറിയില്ലായിരുന്നു ഇത്, അതൊക്കെയാണ് അവർ കാരണങ്ങൾ നിരത്തണത്. അതൊക്കെ ശരിയാണ്, നമ്മൾ നോക്കുമ്പോൾ ശരി, അറിയുന്നില്ല അല്ലെങ്കിൽ അവരുടെ കൂടെ പോയതാന്ന്. പക്ഷേ എൻ്റെ കൂട്ടുകാരിയെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു വിവേകമുണ്ട്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരണം. നമ്മളുടെ മക്കൾക്ക് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ തലമുറേനെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഈ തലമുറയിൽ ഇങ്ങനത്തെ കെട്ടുകൾ കിടക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് ദൈവിക ജ്ഞാനം ഇറങ്ങാൻ തടസ്സമാണ്. അത് തടസ്സം മാറ്റി കൊടുക്കേണ്ടത് നമ്മളാണ്. തലമുറേനെ വിശുദ്ധീകരിക്കാൻ തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ച് വഴിയൊരുക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ മക്കളിലേക്ക് ദൈവിക ജ്ഞാനം ഇറങ്ങുള്ളൂ. ഈ ദൈവിക ജ്ഞാനം ഇറങ്ങിയാൽ മാത്രമാണ് അവർക്ക് തിന്മയുടെ വഴി തിരിച്ചറിയുള്ളൂ. എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലി, 2 മക്കളാണ്. അപ്പോൾ ചേട്ടൻ ഡിഗ്രി പഠിക്കണം, അനിയത്തി നഴ്സിംഗ് പഠിക്കണം. അപ്പോൾ ചേട്ടൻ അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡയലോഗാണ്, നഴ്സിംഗ് അല്ലേ, ഇപ്പോൾ 18-19 വയസ്സൊക്കെ അല്ലേ, അപ്പം നിനക്ക് പറ്റിയ ഒരാളെ അവിടെ കണ്ടുപിടിച്ചോ. എനിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, നിനക്ക് പറ്റിയ ഒരാളെ നീ കണ്ടുപിടിച്ചോ നല്ലത് നോക്കിന്ന. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ മറുപടി അതെനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പോയിരിക്കുന്നത് പഠിക്കാൻ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിന് ഇത് രണ്ടും കൂടി ചേർന്ന് പോവില്ല. ആ പെൺകുട്ടി പറഞ്ഞ മറുപടിയാണ്, ഇത് രണ്ടും കൂടി ചേർന്ന് പോവില്ല. നോക്കി, തമ്പുരാൻ്റെ ജ്ഞാനം പ്രവർത്തിക്കുന്നുണ്ടോ? ഈ ജ്ഞാനം നമ്മുടെ മക്കളിൽ പ്രവർത്തിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ തിരുരക്തം ഒഴുക്കി തലമുറേനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ അഭിഷേക പ്രാർത്ഥനകൾ എവിടെയെങ്കിലും പങ്കെടുപ്പിച്ച് അച്ഛന്മാരുടെ നിന്ന് ഡെലിവറൻസ് വാങ്ങിക്കൊടുക്കുക. ഒറ്റ ഡെലിവറൻസിൽ പങ്കെടുപ്പിച്ചിട്ട് അവരെ വിട്ടോ എവിടേക്കും
അപ്പോൾ ആ തടസ്സം മാറി അവരിൽ ജ്ഞാനം പ്രവർത്തിക്കും. അതുകൊണ്ട് ആ മകൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണ മകളാ. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല മറുപടി കൊടുത്തത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറ്റില്ല. അതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ ഉത്തരവാദിത്തം മാതാപിതാക്കളെ നിങ്ങളുടെ കയ്യിലാണ്. തലമുറയുടെ കെട്ട് അഴിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലാണ്. സാഹചര്യം കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഇതുപോലെ മക്കളെയൊക്കെ പുറത്ത് വിടുന്നതിന് മുമ്പ് ഇതുപോലെ ധ്യാനങ്ങളോ അഭിഷേക പ്രാർത്ഥനകളോ ഒക്കെ പങ്കെടുപ്പിച്ച് ഡെലിവറൻസ് കൊടുത്തിട്ട് വിട്ടു നോക്കിയേ. അവിടെ ഏത് തിന്മയുടെ സാഹചര്യം ഉണ്ടായില്ല, ആ മക്കൾ തിരിച്ചിങ്ങനെ പറയും, ഇത് രണ്ടും കൂടി ചേർന്ന് പോവില്ല എന്ന്. ഞാനൊരു കുട്ടി പറയുന്ന സംസാരം കേട്ടതാ. അതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന തലങ്ങളാണ്. ഇന്ന് ഇങ്ങനത്തെ ഒരുപാട് മക്കൾ വളർന്നു വന്നാലാ നമ്മുടെ സമൂഹം നന്നാവുള്ളൂ. നമ്മുടെ സമൂഹം നന്നാവുള്ളൂ. അതുമാത്രമല്ല, വിശുദ്ധിയുള്ള ഒരു പുതിയ തലമുറ ഈ ലോകത്ത് രൂപം കൊള്ളുള്ളൂ. അല്ലെങ്കിൽ അവരുടെ മുൻപിൽ സാഹചര്യങ്ങൾ ഒരുപാട് ആ തിന്മയിലേക്ക് പോകാൻ, അവർ സാഹചര്യങ്ങളെ പഴിച്ച് ആ തിന്മയുടെ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. അതിൽ നിന്നൊരു തിരിഞ്ഞ് ചിന്തിക്കാനുള്ള വിവേകം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ജ്ഞാനം അവരിലേക്ക് വർഷിക്കപ്പെടണമെങ്കിൽ മാതാപിതാക്കളായ നമ്മുടെ കടമ, അധ്യാപകരായ ഞങ്ങളുടെ കടമ, സിസ്റ്റേഴ്സിൻ്റെ വൈദികരൊക്കെ കടമ സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന, തലമുറേനെ തിരുരക്തമൊഴുക്കി കഴുകി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം മക്കളെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ട് പുറത്തേക്കോ എവിടേക്കോ പഠന മേഖലയിലേക്ക് പറഞ്ഞയക്കുക. സ്കൂളിൽ വിടുന്ന കുട്ടികളായാൽ പോലും ചെറുപ്പത്തിലേ അങ്ങനെ കൊടുത്തു നോക്കി, ആ കെട്ട് മാറിയിട്ടുണ്ടാവും. അവരിൽ ദൈവിക ജ്ഞാനം നിറയും. അതുമാത്രമല്ല, അവരിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ അഭിവൃദ്ധിയും, അതായത് നമ്മുടെ മക്കളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവിടെ അവർക്ക് ഓരോ ദൈവം നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. പഠന മേഖലയിൽ വിജയമുണ്ട്. അതൊക്കെ നമ്മുടെ മക്കൾക്ക് ഇന്ന് കിട്ടണുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തേ നമ്മുടെ മക്കൾക്ക് പഠന മേഖലയിൽ സമ്മാനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്തത്? ഇതിനൊക്കെ കാരണം നമ്മുടെ തലമുറയിൽ കിടക്കണ ഇങ്ങനത്തെ തടസ്സങ്ങളാണ്. അപ്പോൾ ഇത് മാറ്റി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഇന്നത്തെ മാതാപിതാക്കളായ നമ്മുടെയൊക്കെ കൈകളിലുള്ളത്. അത് മാറ്റിക്കൊടുത്ത് ഇങ്ങനെ ഏതെങ്കിലും പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുപ്പിച്ച് ഡെലിവറൻസ് വാങ്ങിക്കൊടുത്ത് ഇവരെ വിട്ടാലില്ലേ, ദൈവം ആഗ്രഹിക്കുന്ന ഫലം അവരായിരിക്കുന്നിടത്ത് വാങ്ങി വരും. അത് അവരനുഭവിക്കും. ജോലിക്ക് പോകുമ്പോഴോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ എവിടെ പോകുമ്പോഴായിക്കോട്ടെ, നമ്മൾ കുമ്പസാരിച്ച് കുർബാന നിർബന്ധിപ്പിക്കും. കുമ്പസാരിക്കണം, എന്നിട്ടേ പോകാവൂ, ഈശോനെ സ്വീകരിക്കണമൊക്കെ അതവർ ചെയ്യും. പക്ഷേ അവർക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഒരുപാട് മേഖലകൾ തലമുറയിൽ നിന്ന് നമ്മൾ ഈ സമ്പത്ത് കൈമാറി കൊടുക്കണ പോലെ കൈമാറി കൊടുത്തിട്ടുണ്ട്. അതിനെയും കൂടി ബ്ലോക്ക് ചെയ്തിട്ട് വേണം ഈ കുമ്പസാരം ഈശോനെ സ്വീകരിക്കണതൊക്കെ ഉറപ്പിച്ച് നമ്മൾ വിടാൻ. ഇപ്പോൾ പാരൻസൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ കാണാറുണ്ട്, കുമ്പസാരിപ്പിച്ച് അച്ഛന്മാരോട് വന്ന് പറഞ്ഞ് ബ്ലെസ്സിങ്ങൊക്കെ വാങ്ങി വിടും. അതൊരു താൽക്കാലികം മാത്രം, 1 മാസമോ 2 മാസമൊക്കെ അവർക്ക് പറ്റുള്ളൂ. പലപ്പോഴും പുറത്തുപോയി പഠിക്കണ പല കുട്ടികളും ഇങ്ങനെ മെസ്സേജ് ഇട്ട് വെക്കുകയെന്ന് അറിയണവർ, സിസ്റ്ററെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വീട്ടിൽ പറയാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പറയാൻ ആരുമില്ല. അങ്ങനെ പറഞ്ഞ എത്ര പേരെ മെസ്സേജാണ് വരാമെന്നറിയോ? ഈ മക്കളൊക്കെ കഷ്ടപ്പെടുന്നത് നമ്മളൊക്കെ ഒരു പരിധിവരെ കാരണമുണ്ട്. കാരണം ഈ തലമുറകളിൽ നിന്ന് വന്നത് അവർക്ക് കൈമാറി കൊടുത്തത് മാറ്റിക്കൊടുക്കാതെ നമ്മൾ വിടാം. കാശ് കൊടുത്ത് വിടും, കുമ്പസാരിപ്പിച്ചും വിടും, ഈശോനെ സ്വീകരിച്ചോളാനും പറയും. പക്ഷെ ചെന്ന് 2 ദിവസം കഴിയുമ്പോൾ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ പറ്റാതെ അവർ കഷ്ടപ്പെടുക. എന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഫോണിലിട്ടിരിക്കും, ഇങ്ങനെ സാഹചര്യം, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാം എനിക്കെതിരെ വന്നേന്ന്. പിന്നെ അവർക്ക് പഠിച്ചു കയറാൻ പറ്റുമോ? അവിടെ പറ്റില്ല. ആ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പഠന മേഖലയിലുള്ള അനുഗ്രഹം അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ കുമ്പസാരിച്ചതുകൊണ്ട്, പാപങ്ങൾ ഏറ്റുപറഞ്ഞതുകൊണ്ട് മാത്രം അനുഗ്രഹം കിട്ടുന്നില്ല. അതിൻ്റെ കാരണം ഈ റൂട്ട് വേര് കട്ട് ചെയ്യാതെ നമ്മൾ ആചാരത്തിൻ്റെ ഭാഗമായി കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നു. അതാണ് അതിൻ്റെ പ്രധാന റീസൺ. ഈ കുമ്പസാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കുമുള്ള പവർ അത് ദൈവത്തിന് എടുത്ത് തരാൻ പറ്റണില്ല. നമുക്ക് തരാൻ പറ്റണില്ല. നമ്മളത് ആചാരമായി മാത്രം ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അത് ആചാര രീതി മാറ്റി അതിലൊക്കെ ഒരു വിശ്വാസം വരാൻ നമ്മൾ നന്നായി തലമുറകളെ തിരുരക്തം കൊണ്ട് കഴുകി, പ്രത്യേകിച്ച് ഏത് മേഖലയാണ് ആ മേഖലകളെ തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചിട്ട് മക്കളെ കുമ്പസാരിപ്പിക്കാൻ വിട്ടാൽ അവർ കുമ്പസാരിച്ച് വരുമ്പോൾ അവരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാനസാന്തരം ഉളവാക്കും. അത് ഉറപ്പാ. ഒരൊറ്റ കുമ്പസാരം മതി അവർക്ക് മാനസാന്തരം വരാൻ. ഇതുപോലെ ഒരുങ്ങി ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ഒത്തിരി മക്കൾ അനുഗ്രഹങ്ങളായിട്ട് തിരിച്ചു വരുന്നില്ലേ? ഒറ്റ കുമ്പസാരം കൊണ്ട് അവിടെ അവർക്ക് അനുഗ്രഹം കിട്ടുമല്ലോ, അഭിഷേകം കിട്ടുമല്ലോ. അതിൻ്റെ റീസൺ ഇതാ. ഈ തലമുറകളിൽ കെട്ട്
മാറ്റപ്പെടും. പക്ഷേ മാറ്റപ്പെടാൻ ഒരു പ്രാർത്ഥന മാത്രം പോരാ. തിരുരക്തം ഒഴുക്കി തലമുറകളെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ തലമുറകളെ വിശുദ്ധീകരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് അവരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമ്പോൾ വീണ്ടും വിശുദ്ധി ഇല്ലാത്തൊരു തലമുറ തുടർന്ന് വരാനായിട്ട് ഇടവരും. കാരണം നമ്മുടെ മക്കൾ വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറി പോകും. ഏതെങ്കിലും ഒരു തലമുറ, ഏതെങ്കിലും ഒരു വ്യക്തി അത് തിരിച്ചറിഞ്ഞ് അവിടെ അത് മാറ്റുമ്പോൾ ആ ഒരു തലമുറ മുഴുവൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാവും. ദൈവം എന്തൊക്കെ നന്മ ആ തലമുറയ്ക്ക് ഭൂമിയിൽ കൊടുക്കാൻ വെച്ചിട്ടുണ്ടോ അതെല്ലാം അവർക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അതിൻ്റെ തെളിവാണ് നമ്മുടെ മക്കളൊക്കെ പഠന മേഖലകളിൽ ഉയരണത്. ചില അമ്മമാരൊക്കെ പറയുമ്പോൾ നല്ല ജോലിയാണ്, അവന് നല്ല ജോലി കിട്ടി, എല്ലാം കൊണ്ട് സെറ്റാ അല്ലേ. അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമല്ലേ, അവർക്ക് കേൾക്കണം, നമുക്കും സന്തോഷമല്ലേ. അതിൻ്റെയൊക്കെ റീസൺ എന്താ? ഈ കെട്ടൊക്കെ മാറ്റി അവർ പ്രാർത്ഥനയിലൂടെ മാറ്റി ഒരുക്കി വിട്ടു. മക്കൾക്ക് അത് അനുഭവിക്കാൻ ദൈവം അടയാളമായിട്ട് തന്നു. അപ്പം നമ്മളൊക്കെ ഒന്ന് നമ്മളെ വിലയിരുത്താം, നമ്മുടെ കുടുംബങ്ങളെ വിലയിരുത്താം, നമ്മുടെ മക്കളെ വിലയിരുത്താം. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും മേഖലയിലൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ, നമുക്ക് മനസ്സിലായാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തലമുറയെ നീക്കിട്ട് അഴിക്കാൻ. അതെങ്ങനെ എൻ്റെ മക്കൾക്ക് വന്ന് ഇങ്ങനെ ഒരു സാധ്യതയില്ലല്ലോ എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കറിയാത്ത നമ്മുടെ തലമുറ ഒരു 100 വർഷം വരെയുള്ള തലമുറ ചെയ്താലും നമ്മുടെ തലമുറേനെ ആ കെട്ട് ബാധിക്കും. അപ്പോൾ നമുക്കറിയാത്ത തലമുറയിൽ സംഭവിച്ചതിന് പരിഹാരം എന്നോണം നമ്മുടെ അനുദിന ചെയ്തികൾ എടുക്കാൻ നമ്മൾ തയ്യാറാവാം. അത് നമ്മുടെ തലമുറയ്ക്ക്, അടുത്ത തലമുറയ്ക്ക് അത് അനുഗ്രഹമായി തീരും. അനുഗ്രഹമായി എന്നതിൻ്റെ അടയാളം നമുക്ക് ഇപ്പോൾ ഒരു മേഖലയിൽ ഞാൻ പ്രാർത്ഥിച്ചു, ആ മേഖലയല്ല എനിക്ക് കിട്ടിയത്, പക്ഷേ എൻ്റെ മക്കൾ ആത്മീയമായ സമ്പത്തുള്ളവരാ. ദൈവഭക്തിയാണ് യഥാർത്ഥ സമ്പത്ത്. ആ സമ്പത്ത് എൻ്റെ മക്കൾക്കുണ്ടെങ്കിൽ അവർ ആയിരിക്കുന്നിടത്ത് അവർ വിജയിച്ചോളും. അതല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. ഈ ആത്മീയ സമ്പത്ത് കൊടുക്കാത്തോടത്തോളം കാലം ഭൗതിക സമ്പത്ത് അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. അത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആത്മീയ സമ്പത്ത് കൊടുക്കാനായിട്ട് നമ്മൾ വഴിയൊരുക്കുമ്പോൾ അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പള്ളിയിൽ വിടൽ, പ്രാർത്ഥിപ്പിക്കൽ, കുമ്പസാരിപ്പിക്കൽ മാത്രമല്ല, തലമുറേനെ വിശുദ്ധീകരിച്ചുള്ളൊരു പ്രാർത്ഥന ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ, ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ ആ വിശുദ്ധി അനുഭവിക്കും. ദൈവിക നന്മ, ഭൗതിക അനുഗ്രഹങ്ങളായിട്ട് നമ്മുടെ മക്കളുടെ പഠന മേഖലയിൽ, അല്ലെങ്കിൽ കുടുംബജീവിത സാഹചര്യങ്ങളിൽ, ജോലി മേഖലയിലൊക്കെ വരുന്നത് നമുക്ക് കണ്ട് തമ്പുരാനെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ആ ബാറുക്കിൻ്റെ പുസ്തകം 3:7 ലാസ്റ്റ്, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പാപാവസ്ഥ ഉപേക്ഷിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. നമുക്കും സ്തുതിക്കാൻ പറ്റണം. നമ്മുടെ മക്കളുടെയൊക്കെ നന്മ കണ്ട്, നമ്മുടെ മക്കളുടെ ഉയർച്ച കണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. ആ തരത്തിലേക്ക് ഉയരണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ കൂദാശ ജീവിതം. അത് നമ്മൾ ഉയർത്തുമ്പോഴാണ് അത് നമ്മുടെ മക്കൾക്ക് ഉയർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിന് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകം സഹായിക്കട്ടെ എന്നും, പ്രത്യേകിച്ച് ഈ വചനം നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് എഴുതിയിടട്ടെ. പാപങ്ങളെക്കുറിച്ച് ഉപവസിച്ചിട്ട് വീണ്ടും പാപം ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? കുമ്പസാരം ഒരുപാട് കഴിഞ്ഞില്ലേ, നമ്മൾ എന്ത് നേടി? നമ്മുടെ മക്കൾക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റി? നമ്മൾ ചിന്തിക്കണം. ഈ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ എഴുതിയിടട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.